ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിതിന് ഫസ്റ്റ് തന്നെ നമ്മളുടെ ഒരു ലാൽ മലപ്പുറത്തിൻ്റെ കൂടെയുള്ളൊരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് പോയപ്പോൾ ആളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് മീറ്റ് ആയിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, ഒരുപാട് ഷോർട്സ് അതുപോലെ തന്നെ ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ ലാൽ മലപ്പുറം. ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് കോയാക്ക. കൂടെ കുഞ്ഞാപ്പം ഉണ്ടായിരുന്നു, പക്ഷേ ആളെ ഫോട്ടോസ് എടുക്കാനൊന്നും നമുക്ക് കിട്ടിയില്ല, കാരണം ആൾ ഭയങ്കര ബിസിയിലായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മോളുടെ ഫേവറേറ്റ് പേഴ്സണാണ് നമ്മളുടെ ലാൽ മലപ്പുറം. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് മീറ്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അപ്പോൾ അവിടെ വെച്ച് തന്നെ അവളുടെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോസ് എടുത്തു. പിന്നെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ട്രേഡ് സെൻറ്ററിൽ തുടങ്ങിയ മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ എക്സ്പോയിലേക്കാണ് കേട്ടോ. അവിടെ എൻട്രൻസിൽ തന്നെ നമ്മൾ നല്ല മഴയാണ് കോഴിക്കോട്, അത് കാരണം നിറയെ ചെളിയും വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ അകത്ത് കയറിയപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. വെറൈറ്റി ലവ് ബേർഡ്സ്, പിന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ ഫീഡ് ചെയ്യാം, നമ്മുടെ കയ്യിനകത്ത് വന്നിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഈ പ്ലാനൊക്കെ അവർ വെച്ച് പിടിപ്പിച്ച് സെറ്റാക്കി, അതിനകത്ത് കുറേ ലവ് ബേർഡ്സ് പാറിപ്പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ അടുത്തൊക്കെ വരും. അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ എൻട്രൻസിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് എത്തി. അവിടെ ഒരുപാട് പെറ്റ് അനിമൽസ് ഉണ്ട് കേട്ടോ, വെറൈറ്റി പെറ്റ് അനിമൽസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ ആ പെറ്റ് അനിമൽസിനെ ഒരുപാട് തട്ടി നോക്കി, പക്ഷേ ആൾ നല്ല മയക്കത്തിലാണ്. നമുക്ക് ഇവിടെ വന്നാൽ നല്ല മുതലാവും കേട്ടോ. എൻട്രൻസ് ഫീ അഡൽട്ടിന് 120 രൂപയാണ്. 5 ആൻഡ് ബിലോക്ക് ക്യാഷ് ഇല്ല കേട്ടോ, അവൾക്ക് ഫ്രീ പാസ്സാണ്. ഇത് കോഴിക്കോട് സരോവരം ബയോ പാർക്കിനടുത്താണ് കേട്ടോ. സ്വപ്ന നഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് പാലക്കാട് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കന്ന് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല, കാരണം കാക്കു നാട്ടിലില്ല. അതുപോലെ വാപ്പ ഉണ്ടെങ്കിൽ വാപ്പാൻ്റെ കൂടെയാണ് പോവാറ്, വാപ്പയും നാട്ടിലില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചതാണ് ഇനി ഇത് വേറെ എവിടെയെങ്കിലും ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ എന്തായാലും പോയി ഒന്ന് കാണണം എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ കാക്കു നാട്ടിലുള്ളപ്പോൾ കോഴിക്കോട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി കണ്ടതാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കണം കാണാൻ എന്തൊരു ക്യൂട്ടാണല്ലേ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പെറ്റ് അനിമൽസാണ് അധികം. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പിന്നെ പോകുന്നത് നമ്മളുടെ ഫിഷിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും 2 മണിക്കാണ് ഓപ്പണിങ്, ക്ലോസിങ് 9 മണിക്കാണ്. പക്ഷേ ഹോളിഡേയ്സിൽ രാവിലെ 11 മണിക്ക് ഓപ്പൺ ചെയ്യും, ക്ലോസിങ് ടൈം 9 തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഫിഷ് ഒരുപാട് അണ്ടർ വാട്ടറിലൂടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അന്നേ ഉണ്ടായിരുന്നു ഒന്ന് എന്തായാലും പോയി കാണണം. നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ലിനറ്റൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. അവൾ ഓരോന്നിനെയും ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഓരോ വെറൈറ്റി ഫിഷിനെയും കണ്ടുകൊണ്ട് പോരുകയാണ്. പിന്നെ അവിടെ മത്സ്യകന്യകനുണ്ട് കേട്ടോ. അപ്പോൾ ലിനുട്ടി കുറച്ച് ടൈം ആളുടെ കൂടെ സ്പെൻഡ് ചെയ്തു. ആൾ നല്ലൊരു ഫ്ലൈങ് കിസ്സൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഷേക്ക് ഹാൻഡ് കൊടുത്തു, ഫ്ലൈങ് കിസ് കൊടുത്തു. അപ്പോൾ കുറച്ച് ടൈം പിന്നെ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഒരു നല്ല അടിപൊളി ഒരു ഡാൻസിങ് സെറ്റിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നിട്ട് മോളുടെ നല്ലൊരു വെറൈറ്റി ഡാൻസും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് 1 മിനിറ്റിന് 100 രൂപയാണ് കേട്ടോ. നമുക്ക് വലിയവർക്കും വേണമെങ്കിൽ അവിടെ ഡാൻസ് ചെയ്യാം, പക്ഷേ നമ്മളാരും കയറിയിട്ടുണ്ടായില്ല, മോള് മാത്രമേ അവിടെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് അവിടുന്ന് കഴിഞ്ഞ് വന്ന് പിന്നെ അടുത്ത് മത്സ്യകന്യകൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ടൈം നമ്മൾ നിന്നു, പക്ഷേ അവർ കുറച്ച് മുകൾ ഭാഗത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് താഴേക്ക് വന്നു.
ഇതൊക്കെ ഒരു സംഭവമാണ് കേട്ടോ, കാണേണ്ടത് തന്നെയാണ്. കാക്കു ഇവിടെ നിന്നില്ല, കാക്കു പെട്ടെന്ന് ഇവിടുന്ന് പോയിട്ടോ. ഞാനും മോളും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നതാണ് അവിടെ. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കോർട്ട്, അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കൺസ്യൂമർ സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഹോം അപ്ലയൻസ്, നമ്മളെ എല്ലാ ഗ്രോസറി ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ. ലാസ്റ്റ് പിന്നെ വെറൈറ്റീസ് ഓഫ് ഫിഷ്, നമ്മൾ അരാപ്പമീ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. നമ്മൾ നേരെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ കണ്ടത്. നല്ല ഭംഗിയുണ്ട് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. 120 രൂപ കൊടുത്താൽ നമുക്ക് എന്തായാലും മുതലാവും കേട്ടോ. ഇതൊന്നിപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ അകത്ത് കൂടിയാണ് കാണുന്നത്, പുറം ഭാഗത്ത്. ഇനി നമ്മൾ അതിൻ്റെ അണ്ടർ ഭാഗത്ത് കൂടി പോകും കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് പറ്റിയ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പിന്നെ നേരെ നമുക്ക് അവിടെ പോവാം. നല്ല സൈസുള്ള ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ പോയാൽ ഒരുപാട് ടൈം അവിടെ തന്നെ നിന്ന് പോകും. നല്ല ഭംഗിയുണ്ട് കാണാൻ. അജിലിനാക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അജിലിന് അതിനെ മേടിക്കാൻ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത്. പിന്നെ നമ്മൾ കോഴിക്കോട് പോയ അന്നേ ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഒരുപാട് പ്ലാൻ കൊടുക്കണം കേട്ടോ പോയത്. ഹൈലൈറ്റ് മാള്, പിന്നെ അതുപോലെ തന്നെ ബീച്ച്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കയറണമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം നമുക്ക് ഒന്നിനും സാധിച്ചില്ല കേട്ടോ. മഴയും അതുപോലെ തന്നെ മഴ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. നമ്മളിവിടെ രാവിലെ ഒരു 10 മണിക്കൊക്കെ ഇവിടുന്ന് പോയിട്ട് നമ്മൾ അവിടെ എത്തിപ്പെട്ടത് 3:30-ക്കാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലില്ലേ, റഹ്മത്ത്, നല്ല ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഹോട്ടലില്ലേ, അവിടെ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇവിടെ വന്നത്. ഇതാണ് നമ്മൾ അണ്ടർ വാട്ടർ എന്ന് പറയുന്നത്. ഇതിനകത്ത് കൂടി കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട്, അത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. വെറൈറ്റി കളേഴ്സിൻ്റെ ഫിഷ്, കുഞ്ഞു കുഞ്ഞു ഫിഷാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനകത്ത് കൂടി ഒരാൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, ഒരു മത്സ്യകന്യകന് ഈ വാട്ടർ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ കാണാത്ത തരം മീനുകളാട്ടോ ഇതിനകത്ത്, നല്ല വെറൈറ്റി കളേഴ്സ്. ഇതൊരു രക്ഷയില്ല കേട്ടോ, പൊള്ളിയാണ് സംഭവം. ഇവിടെ കുറച്ച് ടൈം നമ്മൾ അധികം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിനുവിനോട് അവിടെ നിന്ന് പോരാൻ പറയുമ്പോൾ ആൾ കുറച്ച് ടൈമും കൂടി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്നു. പിന്നെ ലാസ്റ്റ് നമ്മളിവിടെ ഇങ്ങനെ ഒരു വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ചെറിയൊരു വീടൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഇതിനൊക്കെ ഞാൻ നേരിട്ട് ഫസ്റ്റ് ടൈം കാണാൻ കേട്ടോ ഇങ്ങനെയുള്ള സ്റ്റാർ ഫിഷ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പുസ്തകത്തിനകത്ത്, ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ കാണുന്നത്. പക്ഷേ അവിടെ ഫോട്ടോസ് എടുക്കാനൊന്നും ക്ലിയർ ഇല്ല കേട്ടോ, അതിനകത്ത് ഇരുട്ടാവുകൊണ്ട് തന്നെ ഫോട്ടോസൊന്നും ക്ലിയർ ഇല്ല. നമുക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് മാത്രം. എന്താ ഭംഗിയില്ലേ. പിന്നെ ഇത് വേറൊരു ഐറ്റം വെറൈറ്റി ഫിഷാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിനെ കാണുന്നത് തന്നെ. ഇതിനകത്ത് ആ ഫിഷ് കൊണ്ട് പിന്നെ താഴെയാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മോൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഏത് ഫ്ലേവറാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. മിഠായികളും അതുപോലെ ഗ്രോസറി ഐറ്റംസ്, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ പിന്നെ അവിടുന്ന് കുറച്ച് മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിൻ്റെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലാൽ മലപ്പുറം അതുപോലെ കുഞ്ഞാപ്പും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെ നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ.
എല്ലാ ഐറ്റംസും ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമ്മളുടെ ചുമ അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ആയുർവേദിക് ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ഫാൻസി ഐറ്റംസ് എല്ലാം അതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്